ശക്തമായ മഴ മുഖാന്തരം കേരളത്തിലെ പലയിടങ്ങളിലും വൻ നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ധാരാളം മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വീടുകൾക്ക് നാശനഷ്ടം, കൃഷി, ഇങ്ങനെ ഒരുപാട് തന്നെ മഴ നിൽക്കാത്ത മഴ കാരണം അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും വീണ്ടും മഴ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാറ്റുമുണ്ട് അതുപോലെ. അപ്പോഴേക്കും നമ്മുടെ കൊല്ലം മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കടമുറി കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. മാരാരിത്തോട്ടം സ്വദേശി മുരളീധരൻ പിള്ളയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടം മൈനാഗപ്പള്ളി സ്വദേശി സിയാദ് കടമുറികൾ വാടകയ്ക്കെടുത്ത് പന്തൽ ഡെക്കറേഷൻ സ്ഥാപനം നടത്തി വരികയായിരുന്നു. ഇതിന് മുകളിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്നു രണ്ടാമത്തെ നിലയിൽ. പക്ഷേ അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാറിയതിനാൽ വൻ ദുരന്തം തന്നെ അവിടെ നടക്കാത്ത രീതിയിൽ തന്നെ സംരക്ഷിച്ചു. 25 ലക്ഷം രൂപ വരും ഈ ഇപ്പോൾ ഉണ്ടായ നാശനഷ്ടമെന്ന് സിയാദ് പറഞ്ഞു. റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അതിഥി തൊഴിലാളികൾ ഇവിടെ നിന്ന് മാറിപ്പോയത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം തന്നെ ഒഴിവായിട്ടുണ്ട്. അതുപോലെ തന്നെ കനത്ത മഴ കാരണം പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ തന്നെ വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മഴക്കാലത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. കനത്ത മഴയിലും കാറ്റിലും കേരളത്തിന്റെ പലയിടങ്ങളിലും അപകടങ്ങളും വ്യാപകമായ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അടൂരിൽ മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം വീണു. അടൂർ തട്ടാമാങ്കുഴി പ്രീതാഭവനിൽ ശശികുമാറിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. വീശിയ കനത്ത കാറ്റിൽ വീടിന് സമീപത്ത് നിന്ന് മരം പിഴുത് വീട്ടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ആളപായം ഒന്നും തന്നെ ഇല്ല. വീടിന് നാശനഷ്ടം സംഭവിച്ചു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്.